ഞാൻ പ്രൊമോഷൻ്റെ സമയത്താണെങ്കിലും ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ അതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത വേളയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കെല്ലാം ഒരു വളരെ അനുഭവവേദ്യമാകുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇതെന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ PR ആണെങ്കിൽ പോലും പലപ്പോഴും ഇത് പറയാറുണ്ട്, ഒരു പിതാവ് ഒരു ഗൾഫിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് സ്വന്തം കുടുംബത്തിൽ അന്യനാകുന്ന അല്ലെങ്കിൽ അപരിചിതനാകുന്ന ഒരു കഥയാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമോഷണലായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും എല്ലാവരുടെയും വീടുകളിൽ സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കോർത്തിണക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സിനിമ എത്രമാത്രം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഐശ്വര്യ നമ്പ്യാരാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഡോക്ടർ സുരേഷ് പ്രതിമാണ്. അവരുടെ 2 കുട്ടികളുണ്ട്, കെവിൻ, ഇവാൻ. നിങ്ങൾക്ക് ഈ സിനിമ ഒരിക്കലും ഒരു നഷ്ടമാവത്തില്ല. ഇവർ അത്രമാത്രം നന്നായിട്ട് ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ ഒരു അനുഭവമാകുന്നത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ന് 2-3 സിനിമകളുടെ റിലീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സിനിമ പറയാൻ നമ്മുടെ കണ്ടന്റ് മാത്രമേ നമുക്ക് സെല്ലിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ളൂ. അപ്പോൾ അതിപ്പോൾ പടം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് റെസ്പോൺസ് തരുന്നത്. കാരണം നമ്മുടെ സബ്ജക്റ്റ് ഫാമിലിക്ക് അകത്തുള്ള ഒരു ഇമോഷനാണ്. പക്ഷേ ആ ഇമോഷൻ ആരും ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ത്രൂ ഔട്ട് ഒരു 2.5 മണിക്കൂർ ഒരു സിനിമയിലും ഫാമിലി ബന്ധത്തിനകത്തുള്ള ഒരു മാറ്റി വെച്ചിരുന്ന ഒരു ഇമോഷൻ. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ഇമോഷൻസിൽ മാത്രമാണ് നമ്മുടെ കോർ കണ്ടന്റായിട്ട് നമ്മുടെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനകത്തുള്ള ബോണ്ടിങ്ങിനകത്ത് ഈ ഇമോഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം സിനിമ കഴിഞ്ഞ് നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ദയവേത് എല്ലാവരും സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത്രയും നല്ലൊരു മൂവി ആളുകളിലേക്ക് എത്താതെ പോകരുതെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത്രയും നല്ല മൂവി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ മൂവി കാണുന്നത്. ഇവരൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എനിക്ക് പല സീൻസ് എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെയുള്ള ഒരുപാട് സീൻസ് ഇതിനകത്തുണ്ട്. അപ്പം ഇത് ആളുകളിലോട്ട് എത്താതെ പോകരുത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. ഡയറക്ടറും അണിയറപ്രവർത്തകരും എല്ലാം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന. അതെ, അതുപോലെ തന്നെ തോന്നി. ഇത് എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഈ മൂവിക്കകത്ത് പല കാര്യങ്ങളും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹസ്ബൻഡും വൈഫിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും പലതും ഇതിൽ തുറന്ന് കാട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കണ്ട പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കുന്ന ഈ സംഭവം അതായത് ഒരു അപ്പനും അമ്മയും കിടന്ന് ഒരു പ്രശ്നം രൂപപ്പെടുമ്പോൾ മക്കളുടെ കാര്യങ്ങൾ ചിന്തിക്കാറില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതെ, അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. ഇപ്പം പിള്ളേർ ഇപ്പം യൂസ് ചെയ്യുന്ന ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്നതും അതിനെ പറ്റിയും മക്കളെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും, ഒരു അച്ഛൻ എങ്ങനെ ആയിരിക്കണം, ഒരു അമ്മ എങ്ങനെ ആയിരിക്കണം, ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പടത്തിൻ്റെ കണ്ടന്റ് നല്ലതാണ്. കാരണം ഇപ്പോൾ ഈ ഫാമിലീസിൽ നടക്കുന്ന കുറേ ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഫാമിലീസ് മാത്രമല്ല, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സിലൊക്കെ നടക്കുന്ന കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പടം കണ്ടിട്ടില്ല, ഇപ്പോഴും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും അതിൻ്റെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തോ ഒരു അഫക്റ്റീവ് എന്നുള്ളൊരു സംഭവമാണ് പടത്തിനകത്ത് വന്നേക്കുന്നത്. ഇതിൽ ഞാൻ ചെയ്തേക്കുന്ന പാട്ടുകളാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലെ പാട്ടുകളാണ്. 3 പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഫസ്റ്റ് വർക്കാണ് മ്യൂസിക് ഡയറക്ടർ എന്ന പേരിൽ, അപ്പോൾ സപ്പോർട്ട് ഉണ്ടാകണം. ഞാൻ പ്ലേ ബാക്ക് സിംഗറായിട്ട് വരുന്നൊരു ഫസ്റ്റ് മൂവിയാണ്. അപ്പം ഞാനും ആദ്യമായിട്ടാണ് മൂവി കണ്ടത്. ഒത്തിരി സന്തോഷം. നല്ലൊരു ഡെപ്ത് ഉണ്ട് ഇതിൻ്റെ ഒരു കണ്ടൻറ്റിന്. ആക്ച്വലി ശരിക്കും പ്രവാസികളുടെ ലൈഫിലൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും സോങ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലൊരു 3 പാട്ടുണ്ട്. അതിലൊരു ഇംഗ്ലീഷ് സോങ്ങാണ് ഞാൻ പാടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മൂവി കുറച്ച് എന്താ പറയാ, എനിക്കറിയില്ല യുവാക്കൾക്ക് എത്രത്തോളം റിസീവിംഗ് ആയിരിക്കും എന്ന് അറിയില്ല. പക്ഷെ പ്രായമുള്ളവർക്ക്, ദമ്പതികളായിട്ടുള്ളവർക്ക്, ഫാമിലിയിലുള്ളവർക്ക് ഫേസ് ചെയ്യുന്ന വളരെ മേജർ ആയിട്ടുള്ളൊരു കൺസേൺ ആണ്. അതെനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ ആ കൺസേണിന്റെ തന്നെ ഒരു വിമൻ ആംഗിള് കുറെ കൂടെ വോക്കലായിട്ട് പിച്ച് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതിന്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ് ആസ്പെക്റ്റിനേക്കാൾ കൂടുതൽ ഇമോഷണലി അവർ എത്രത്തോളം
സ്ത്രീകളെ കൺസേൺ ചെയ്യുന്ന കാര്യമാണ്. അത് ചർച്ച ചെയ്യാൻ ഈ സിനിമ കാണിച്ചൊരു ധൈര്യം എനിക്ക് തോന്നുന്നു അൺപ്രസിഡന്റഡ് ആണ്. അപ്പൊ ആ രീതിക്ക് കുറച്ച് ചർച്ചയായാൽ പ്രേക്ഷകരെ ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ ഒരു ടെക്നിക്കാലിറ്റി ഒന്നുമല്ല, എത്രത്തോളം മനുഷ്യരെ ഹൃദയം കൊണ്ട് ടച്ച് ചെയ്യും എന്നുള്ളതാണ് വിഷയം. അപ്പൊ ആ രീതിയിൽ ആളുകൾ എങ്ങനെ എടുക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. നോക്കാം. പാട്ടുകൾ കുറച്ച്, ഞാൻ സിംഗറാണ് പടത്തിന്റെ, അപ്പൊ ഞാൻ പാടിയിട്ടുള്ള പാട്ട് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ പാടിയതാണ്. അപ്പൊ അതെല്ലാവരും കേൾക്കണം. നീ എന്നെ അരികിലെത്തുന്ന ആളുകൾ തുടങ്ങുന്ന പാട്ടാണ്. ഹോപ്പ് തിങ്സ് വിൽ വർക്ക് ഔട്ട്. താങ്ക് യു. നല്ല പടം, നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. തീം ശരിക്കും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പിക്ചർ കൂടെയാണ്. ഒരു പ്രവാസിയൊക്കെ കാണേണ്ട ഒരു നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു പിക്ചറാണ്. വളരെ നന്നായിട്ട് ഡയറക്ഷൻ നന്നായിട്ട്, ഏറ്റവും നന്നായിട്ട് എല്ലാം, സൗണ്ട്, അഭിനയം വളരെ നന്നായിട്ട്, എല്ലാവരും നന്നായിട്ട്, കുട്ടികളും ഒരു ഫാമിലി കാണുന്ന ചിത്രം തന്നെയാണ്. നല്ല മൂവി കേട്ടോ, കണ്ടു. ഈ പറഞ്ഞ പോലെ ഫാമിലി എൻ്റർടൈനർ ആണോ ചോദിച്ചാൽ ആണ്. ലൈക്ക് ദർ ആർ സം തിങ്സ് കണ്ടിരിക്കേണ്ട ഒരു സംഭവമുണ്ട്. ബട്ട് യാ, എല്ലാവർക്കും അവയർനെസ് ആയിട്ടൊരു കണ്ടന്റും ഉണ്ട്. ഓവറോൾ കൊള്ളാൻ. താങ്ക് യു. കേട്ടോ, നല്ല മൂവിയാണ്. പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ കുടുംബത്തിലുണ്ടാകുന്ന ബന്ധങ്ങളുടെ ദൃഢത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെയധികം ഒരു സൈക്കോളജിക്കലും സാമൂഹിക പ്രസക്തികളുള്ള ഒരു പടം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാവുന്ന ഒരു പടമാണ്. നല്ല പിക്ചറാണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ നന്നായിട്ടുണ്ട്, ക്യാമറ വർക്ക് എല്ലാം നന്നായിട്ടുണ്ട്. നല്ല ഉഗ്രം ഫിലിം. ഒരു നല്ലൊരു ഫാമിലി ചിത്രമാണ്. ഇന്നത്തെ സമകാലികമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളുടെ ഒരു നേർചിത്രമാണ് അവതരിപ്പിക്കുന്നത്. അഭിനയം തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്മേറ്റാണ് സുരേഷ് പ്രേം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.